MT വാസുദേവൻ നായരുടെ കഥകളെ ആസ്പദമാക്കി ആന്തോളജി സിനിമ അടുത്തിടെയാണ് പുറത്തിറങ്ങിയത്. ഇതിന് ഗംഭീരമായ പ്രശംസ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് MTയുടെ മകൾ അശ്വതി നായർ രണ്ടാം ഊഴം എന്ന ചിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തിയത്. രണ്ടാം ഊഴം സംഭവിക്കുമെന്ന് തന്നെയാണ് അശ്വതി വി നായർ പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകരും സിനിമാ പ്രേമികളും ഒക്കെ നടത്തുന്നത്. രണ്ടാം ഊഴം സംഭവിക്കും, അതിനെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു സംവിധായകനെയാണ് വേണ്ടതെന്നും അശ്വതി വി നായർ പറയുകയും ചെയ്തിരുന്നു. ഒരിക്കൽ അനൗൺസ് ചെയ്ത് മുടങ്ങിപ്പോയിട്ടും ഇത്രയും വർഷങ്ങൾക്കിപ്പുറം ഇന്നും ഈ കഥ സിനിമയാക്കുന്നത് എന്നാണ് എന്ന് ചർച്ചയാവുന്നു എന്നത് തന്നെ രണ്ടാം ഊഴം MT വാസുദേവൻ നായരുടെ തൂലികയും എത്രത്തോളം മികച്ചതാണെന്നതിന്റെ തെളിവാണ്. MT മരണത്തെ മുഖാമുഖം കണ്ട ശേഷം ജീവിതത്തിന്റെ രണ്ടാം ഊഴത്തിൽ എഴുതിയ കഥയാണ് ഇത് എന്നത് ആ പേരിനെ അദ്ദേഹത്തിന്റെ ജീവിതവുമായും ബന്ധിപ്പിക്കുന്നു. പ്രേക്ഷകൻ എന്ന നിലയിൽ ഈ പ്രോജക്റ്റ് സിനിമയാക്കുമ്പോൾ ഒരു മാസ് ആക്ഷൻ സിനിമ എന്ന നിലയിൽ ആളുകൾ തെറ്റിദ്ധരിക്കും എന്നൊരു പേടി മാത്രമാണ്. ഒരിക്കൽ ശ്രീകുമാർ മേനോൻ ഈ സിനിമയെ അനൗൺസ് ചെയ്തപ്പോൾ പ്രൊമോട്ട് ചെയ്തതും ആ ലേബലിൽ തന്നെയായിരുന്നു. എന്നാൽ ഒരു ജന്മം മുഴുവൻ രണ്ടാം ഊഴം കാത്തുനിന്ന ഭീമന്റെ കഥ യാതൊരു ദൈവികതയും ഇല്ലാതെ റിയലിസ്റ്റിക് ആയി ഇമോഷണൽ എലമെന്റുകളോടെ പറഞ്ഞുപോയ രണ്ടാം ഊഴം കുറെ ചോദ്യങ്ങൾ മാത്രം അവശേഷിപ്പിക്കുന്ന പ്രണയത്തെക്കുറിച്ച് പോലും സംസാരിക്കുന്നുണ്ട്. വെറും നായകന്റെ ഹീറോയിസം അല്ല രണ്ടാം ഊഴം എന്നത് തന്നെയാണ് ആ കഥയെ ശക്തമാക്കുന്നതും. രണ്ടാം ഊഴത്തിനോട് നീതി പുലർത്തുന്ന സംവിധായകന്റെ കയ്യിലേക്ക് ഈ സിനിമ എത്തട്ടെ എന്നാണ് പ്രതീക്ഷയെന്നും ഈ അവസരത്തിൽ പല പ്രേക്ഷകരും പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംവിധായകനെ തന്നെയാണ് അവർ തിരയുന്നതും. രണ്ടാം ഊഴം വലിയൊരു സിനിമയാണ്, വലിയൊരു പ്രോജക്റ്റ് ആണ്. അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും പ്ലേസ് ചെയ്യാനും സാധിക്കുന്ന ഒരു സംവിധായകനെയാണ് അതിനാവശ്യം. അയാൾ